ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വെള്ളവും മണ്ണും വളവും തണുപ്പൊന്നും ഇല്ലാണ്ട് ഒരു സ്ട്രോബെറി അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താലോ. പിന്നെ വേറൊരു കാര്യം, സ്ട്രോബെറി എന്നും പറഞ്ഞ് ഇത് അധികം വലിച്ചു വാരി തിന്നരുത്, നിങ്ങളുടെ പല്ല് പോവും. അതെ, നമ്മളിന്ന് കല്ല് വെച്ചിട്ടാട്ടോ സ്ട്രോബെറി ഉണ്ടാക്കാൻ പോണത്. ഇതെനിക്ക് വീടിൻ്റെ അടുത്തുള്ളൊരു പുഴയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാട്ടോ കുറേ കല്ല്. അത് കാരണം എൻ്റെ കയ്യിൽ കുറേ കല്ലിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കല്ലില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. വീടിൻ്റെ ചുറ്റോറൊക്കെ ഒന്ന് നോക്കിയാൽ എവിടെ നിന്നെങ്കിലും ഒരു ഉണ്ടക്കല്ല്, അത്യാവശ്യം നീളമുള്ള സ്ട്രോബെറിയുടെ ഷേപ്പിലൊക്കെയുള്ള ഒരു കല്ല് കിട്ടും കേട്ടോ. ഇതെൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ കേട്ടോ. ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോസാണ് ഇടാറ്. പക്ഷേ ആദ്യം ഇട്ട എൻ്റെ ലോങ് വീഡിയോയ്ക്ക് എന്തൊക്കെയോ ഒരു തകരാറുള്ള പോലെ. ഞാൻ കുറേ ഡിലീറ്റ് ആക്കാൻ നോക്കി, പക്ഷേ അതെന്തോ മനസ്സ് പറയണില്ല, ഡിലീറ്റ് ആക്കണ്ട എന്നുള്ളൊരു ചിന്തയിലാണ്. ഇട്ടതിട്ടു, ഇനി മാറ്റണില്ല. അപ്പോൾ ഇതിലെങ്കിലും ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്യണത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ. നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ഒക്കെ തന്നോ. നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. എൻ്റെ ഷോർട്ട് വീഡിയോസിൽ നോക്കിയറിയാം, ഒട്ടുമിക്ക കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഒന്നോ രണ്ടെണ്ണം നമ്മുടെ കണ്ണിൽ പെടാണ്ടൊക്കെ പോണ സമയത്ത് മാത്രമാണ് അതിന് റിപ്ലൈ ഇല്ലാത്തത്. ഇനി കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റിന് റിപ്ലൈ ഇല്ലാത്തവരും ഇതിൽ വന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ട നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തന്നിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം. എങ്ങനെയുള്ള വീഡിയോസ് വേണം, അതേമാതിരി എന്തായിരിക്കണം ഞാൻ വരയ്ക്കണ്ടേ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലേറ്റവും കൂടുതൽ വരുന്നത് നോക്കിയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ സ്ട്രോബെറി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ റെഡ് പെയിൻ്റ് എടുത്ത് ഈ ഉണ്ടക്കല്ലുമ്മയ്ക്ക് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യെല്ലോ എടുത്തിട്ട് ഇതേപോലെ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കാം. ഇത് തൊട്ട് മുന്നേ നിങ്ങൾ കണ്ടത് ഞാൻ റെഡിന് പകരം യെല്ലോയിൽ മുക്കിയിട്ട് ഒറ്റയടി, അതോടുകൂടി അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം. അപ്പോൾ പിന്നെയും റെഡ് എടുത്ത് അതിനൊന്ന് അടിച്ച് സെറ്റാക്കി കൊടുത്തതാട്ടാ. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ വരാൻ വേണ്ടിയിട്ട് ഇത്തിരി വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് സൈഡിൽ ഒരു ഷാഡോ പോലെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ വിത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്കോ ബ്രൗണോ എടുത്തിട്ട് ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെയുള്ളൊരു കോലം കിട്ടും. ഇനി നമുക്കതിൻ്റെ ലീഫ് വരച്ചു കൊടുക്കണ്ടേ. ഗ്രീൻ എടുത്തിട്ട് ഇത് ഇതിൽ കാണുന്ന പോലെ അടിച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ കാണുന്ന പോലെ വേറൊരു കാര്യം ചെയ്യാൻ നിൽക്കരുത്. പെയിൻ്റൊക്കെ ഉണങ്ങിയിട്ട് വേണ്ട നിങ്ങൾ അടിക്കാൻ, അല്ലെങ്കിൽ ഇതേപോലെ മിക്സായി വരും. എനിക്ക് ക്ഷമ ഒട്ടും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നത്. ഞാൻ കുറച്ച് നേരം വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടാണ് ഈ സംഭവം ചെയ്തത്. പക്ഷെ നല്ലത് ശരിക്ക് ഉണങ്ങി കിട്ടിയിട്ടില്ല. ചെറുതായി മഴക്കാരൊക്കെയുള്ള കാരണം വെയിൽ ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതേപോലെ തന്നെ വീണ്ടും ഈ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചിട്ട് പോണട്ടാ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.